കലോത്സവത്തിനായി പഴയിടത്തിന്റെ കലവറയും ഒരുങ്ങിക്കഴിഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനിയിൽ കലവറ നിറച്ച വിദ്യാർത്ഥികൾ കലോത്സവത്തെ വരവേൽക്കുകയാണ്. കലവറയിൽ നിന്നും തത്സമയം ചേരുകയാണ് ശ്രീനന്ദ PS. ശ്രീനന്ദ, എന്താണ് ഇത്തവണത്തെ കലവറയുടെ വിശേഷങ്ങൾ? വിഷ്ണു, കലവറയ്ക്ക് ഒരു രക്ഷയുമില്ല നമുക്ക് തന്നെ പറയാൻ സാധിക്കാം. ഇവിടെ എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിൽ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത് എടുത്തു വെക്കുന്ന അധ്യാപകരോട് തന്നെ നമുക്ക് എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് ചോദിച്ചു നോക്കാം. ടീച്ചർ, എങ്ങനെയുണ്ട് നമ്മുടെ കലവറ ഇപ്രാവശ്യത്തെ? അടിപൊളിയല്ലേ, കണ്ടില്ലേ? ഞങ്ങളൊക്കെ അതാ ഉത്സവം പോലെ ഓരോന്നതാ. കല്യാണത്തിന് പോലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഞങ്ങളാരും. വിദ്യാർത്ഥികളൊക്കെ എത്രത്തോളം ആവേശത്തിലാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കുട്ടികൾ എത്രത്തോളം ആവേശത്തിലാണ്? കുട്ടികൾ വളരെ ആവേശത്തിലാണ്. ഓരോ പൊതി പൊട്ടിക്കുമ്പോഴും ഞങ്ങളും ആവേശത്തിലാണ്. അവരുടെ പേരും ക്ലാസ്, റോൾ നമ്പർ, സ്കൂള് എല്ലാം ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ഇതൊക്കെ പൊട്ടിച്ചപ്പോൾ അതിൽ കുട്ടികളുടെ പേരും ഇന്ന സ്റ്റാൻഡേർഡിലാണ് അവർ പഠിക്കുന്നത് എന്നൊക്കെ ഉൾപ്പെടെ എഴുതിയിരിക്കുക. അവരുടെ സന്തോഷം ചെറിയ ഒരു സവാളയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പാക്കറ്റ് തേയിലയായിരിക്കാം. പക്ഷെ അവരുടെ സന്തോഷം ഇതിനകത്ത് ഏറ്റവും വലുതാണ് ഞങ്ങൾക്ക്. അപ്പോൾ കലയോട് മാത്രമല്ല, അവർ ബാക്കി എല്ലാത്തിലും നമ്മുടെ മാത്രമല്ല, പഠനത്തോട് മാത്രമല്ല, ക്ലാസ് മുറികളിൽ ഒഴുകുന്നല്ല എന്നുള്ളതാണ് ഇതിന്റെ തെളിവ്. കണ്ടില്ലേ? തീർച്ചയായിട്ടും പഴയിടത്തിന്റെ ഫുഡാണ്, ആഹാരമാണ് ഇപ്രാവശ്യം. അപ്പൊ അതിൽ എത്രത്തോളം ഇതാണ് പറയുന്നത് നമുക്ക്? അത് ഏറ്റവും നല്ലതല്ലേ? പഴയിടത്തിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം പല സ്കൂളുകളിൽ നിന്നായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പം കഴിഞ്ഞു കുട്ടികളുടെ ഈ ഫുഡൊക്കെ കൊണ്ടുവരുന്ന, അവർ ഈ ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഇതൊക്കെ കഴിഞ്ഞു, അതോ ഇനിയും കുട്ടികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞല്ലേ, അതിന്റെ സമയം കഴിഞ്ഞല്ലോ, കൊണ്ടുവരുന്നതിന്റെ സമയം കഴിഞ്ഞോ? എന്നാൽ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നോ വിദ്യാർത്ഥികൾ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ വിളിച്ച് പറയാറൊക്കെ ഉണ്ടോ ടീച്ചറെ, ഞാൻ ഇന്ന സാധനം പറയാറുണ്ട്. എന്താണ് തോന്നുന്നത്? ആ കുട്ടികളോട് സന്തോഷം തോന്നും, ഭയങ്കര സന്തോഷം തോന്നും, സ്നേഹം തോന്നും. അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ, അവരുടെ ആഗ്രഹം എല്ലാമാണ് അത് തെളിയുന്നത്. അവർ പറയുന്നത് അവരുടെ ആവേശം ഇരട്ടിക്കുകയല്ലേ? അതെ. നമ്മളിപ്പോ നമ്മുടെ പത്മനാഭന്റെ മണ്ണിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കലോത്സവം. അത് നമുക്ക് ഇരട്ടി സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ അനന്തപുരിയിലുള്ള എല്ലാവർക്കും അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടും പറയാവുന്ന ഒന്നാണ് ഞങ്ങളുടെ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു മാമാങ്കം ആക്കി തീർക്കണം എന്ന് തന്നെയാണ് നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നവരുടെ താല്പര്യം. രാവിലെ വന്നതാണോ? രാവിലെ വന്ന അപ്പൊ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പൊട്ടിച്ചൊക്കെ വെച്ചോ, അതോ ഇനിയും? ഇനിയും വരാനുണ്ട്. ഞങ്ങളിത് എല്ലാം വന്നതെല്ലാം പൊട്ടിച്ച് ഓരോന്നായിട്ട് തരം തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുക. ഇന്നോ നിങ്ങൾക്ക് സമയത്തിനൊന്നും വീട്ടിൽ പോകാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്? അത് കുഴപ്പമില്ല. അത്രത്തോളം നമുക്ക് ആവേശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചതുപോലെ തന്നെ എല്ലാവരും വലിയ ആവേശത്തിലാണ്. കുട്ടികളടക്കം അധ്യാപകരും എല്ലാവരും അത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നു. കലവറ നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ചയാണ്. തീർന്നിട്ടില്ല, ഇനിയും വരാനുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അവർ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കലവറ നിറച്ചു വന്ന ടീച്ചറോട് വീണ്ടും ഇത് പറയുന്നുണ്ട്. കലവറ നിറച്ചിട്ടിരിക്കുവാണ് കുട്ടികളെല്ലാം. ഇനിയും നിറയും എന്നുള്ള ആവേശം തീർച്ചയായിട്ടും നിറഞ്ഞു കവിയുന്നൊക്കെയാണ് അവരിവിടെ നമുക്ക് പറയുന്നത്. അപ്പോൾ അധ്യാപകർക്ക് തന്നെ ഇത്ര ആവേശം ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം കുട്ടികൾ എത്രത്തോളം ആവേശത്തിലായിരിക്കുമെന്ന്. വിഷ്ണു. ശ്രീനന്ദ, ടീച്ചർമാർ പറയുന്നത് പോലെ അവരുടെ ആവശ്യം ആ വാക്കുകളിൽ തന്നെ ഉണ്ട്. ഇനിയും ഇത്തരത്തിൽ കുട്ടികൾ ആഹാര സാധനങ്ങളൊക്കെ തന്നെയും കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം പഴയിടത്തിൻ്റെ ആ ഒരു പാചക പെരുമ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണാൻ സാധിക്കുക. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ, തലസ്ഥാനത്ത് തന്നെ വീണ്ടും ഒരു കലോത്സവത്തിന് വേദിയാകുമ്പോൾ ആ ഒരു ആവശ്യവും പ്രത്യേകിച്ചും പഴയിടത്തിൻ്റെ ആ ഒരു പാചക പെരുമയും ഒക്കെയും കൂടിച്ചേരുമ്പോൾ ഉള്ളൊരു ആവശ്യവും വേറെ തന്നെയാണ്. അവിടെ മറ്റ് ആളുകളുടെ പ്രതികരണങ്ങൾ ഇതുപോലെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും വിഷ്ണു, നമുക്കിവിടെ നിരവധി ആൾക്കാരെ കാണാം. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എത്രത്തോളമാണ് സാർ നമ്മുടെ ഇവിടുത്തെ കലവറയുടെ ആവേശം എത്രത്തോളം ഉണ്ട്? വളരെ ആവേശത്തോടു കൂടിയാ നമ്മുടെ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും കലവറ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിനും അപ്പുറം
ഭക്ഷ്യവസ്തുക്കൾ ഈ 12 BRCകളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. സത്യത്തിൽ അത് എല്ലാവരുടെയും കൂടെ ഒരു യുവജനോത്സവമാകുകയാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഒരു കവർ ഞാൻ കാണുകയുണ്ടായി. അവിടെ അതിന് പുറത്ത് പേരെഴുതിയിട്ടുണ്ട് 6Aയിൽ പഠിക്കുന്ന കുട്ടിയെന്നാണ്. അതിനകത്തുള്ളതൊരു ചെറിയ തേയില പാക്കറ്റാണ്. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന മട്ടിൽ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് അവരാൽ ആകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് കേവലം ഒരു ഫ്രൈസ് മാത്രമല്ല. അണ്ണാറക്കണ്ണൻ തന്നാലായെന്ന് പറഞ്ഞാൽ കേവലം ഒരു ഫ്രൈസ്. രാമായണത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു കഥാസന്ദർഭമാണത്. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പാഠം ഉണ്ട് അതിനകത്ത്. ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് സഹായം നൽകുക എന്ന വലിയ ഒരു തത്വശാസ്ത്രം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ശ്രീരാമൻ പഴയടത്തിന്റെ ഫുഡാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാം, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആഹാരം എങ്ങനെയാണ്, അതിന്റെ രുചിയൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, പഴയടം എപ്പോഴും പുതിയ ടേസ്റ്റുകൾ ഈ വെജിറ്റേറിയനിൽ പരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ രീതികളൊക്കെ തന്നെ, പുതിയ ടേസ്റ്റൊക്കെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന ഈ ഭക്ഷണത്തിലുണ്ടാവും. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പായസമാണ്. എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പായസമാണ്. അപ്പോൾ അത് ഏറ്റവും നൂതനമായിട്ടുള്ള ചില പായസം ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഴയടം ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നാളെ രാവിലെ ഇതിൻ്റെ ചുമതലയെടുക്കാനായിട്ട് പഴയടവും സംഘവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പഴയടത്തോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒത്തിരി സാധനങ്ങൾ വരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇനി നമുക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളോടൊപ്പം തന്നെ നമുക്ക് സാധനങ്ങൾ ആവശ്യത്തിന് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ തന്നെയുണ്ട്. പച്ചക്കറിയൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം തന്നെ പഴയടം തന്നെ ഈ തമിഴ്നാട്ടിലെ ഈ പച്ചക്കറി കേന്ദ്രത്തിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നുണ്ട്. എല്ലാം നല്ല സാധനങ്ങൾ വാങ്ങണമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം 20,000 കുട്ടികൾക്ക് ഏതാണ്ട് ഉച്ചയ്ക്ക്, ഏതാണ്ട് അത്ര തന്നെ രാവിലെ, അത്ര തന്നെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 50,000-60,000 പേര് ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഒത്തിരി വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ ഇവിടെ തികയാത്തെല്ലാം തന്നെ പുറത്തുനിന്ന് നമ്മൾ മേടിക്കും. അതിനുള്ള പരിപാടിയാണ്. താങ്ക് യു സാർ. അപ്പോൾ വിഷ്ണു, നമ്മളിപ്പോൾ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചതുപോലെ കുട്ടികളെല്ലാം ആവേശത്തിലാണ്, ആവേശത്തിര ഇളകുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ ബാക്കി എല്ലാവർക്കുമുള്ള ആഹാരങ്ങൾ നിറയ്ക്കാൻ തയ്യാറായെടുക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് കലോത്സവത്തിൻ്റെ കലവറയിലുള്ള തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വളരെ വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഭക്ഷ്യസാധനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആവശ്യം ഒട്ടും ചോർന്നില്ല. ശ്രീനന്ദയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.